ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ദ വോയിസ് ഓഫ് ഗോഡ് ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏവർക്കും സുപരിചിതമായ ഒരു വിഷയത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഈശോ വെള്ളത്തിനു മീതെ നടക്കുന്ന ആ സംഭവം നിങ്ങൾക്ക് ഏവർക്കും അത് സുപരിചിതമാണ്. എങ്കിലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈശോ വെള്ളത്തിനു മീതെ നടക്കുന്നു. ഈശോ കുറെ അധിക സമയം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഏകനായതുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കാൻ സാധിക്കുന്നു. ദൈവം ദൈവത്തോടു കൂടെ. കിഴക്കേ ചക്രവാളം പ്രസാദമയമായപ്പോൾ ഒരു കാറ്റ് വീശി തുടങ്ങി. തടാകം ഒട്ടും ശാന്തമല്ല. കൊടുങ്കാറ്റുണ്ടാകുവാനുള്ള ലക്ഷണമുണ്ട്. അന്തരീക്ഷം ആകെ മാറി. തടാകത്തിന്റെ അലർച്ചയും അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ദൂരെ അരണ്ട വെളിച്ചത്തിൽ തീരത്തോടടുക്കുന്നതിൽ കഠിന പരിശ്രമം ചെയ്യുന്ന പത്രോസിനെ കാണുന്നു. ഈശോ തന്റെ നീലമേലങ്കി വലിച്ചു തലയിൽ ചുറ്റി താഴെ കല്ലിൽ തട്ടാത്ത വിധമാക്കി ഓടുകയാണ്. കയറി വന്ന വഴിയിലൂടെയല്ല, കിഴക്കാൻ തൂക്കായ പാതയിലൂടെ നേരെ തടാകത്തിലേക്ക് പറക്കുകയാണെന്ന് തോന്നിക്കുന്ന വിധം അത്ര വേഗത്തിലാണ് ഓടുന്നത്. അസ്തമിക്കാറായ നക്ഷത്രങ്ങളുടെ വെളിച്ചം ഈശോയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ആ വെളിച്ചത്തിൽ ഈശോയുടെ രൂപം പ്രശോഭിക്കുന്നുണ്ട്. ഈശോ തിരമാലകളുടെ മീതെ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പറക്കുന്നു. മേലങ്കി വീർത്തു ചിറകുകൾ പോലെ ആയിട്ടുണ്ട്. അപ്പോസ്തലന്മാർ അത് കാണുന്നു. അവരെല്ലാം ഭയപ്പെടുന്നു. കാറ്റ് ആ ശബ്ദം ഈശോയുടെ കാതുകളിലെത്തിച്ചു. ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഈശോയുടെ ശബ്ദം തടാകത്തിന്റെ മേലെ ആഞ്ഞെത്തി. ഇത് വാസ്തവത്തിൽ നീയാണെങ്കിൽ നിന്നെ പോലെ വെള്ളത്തിനു മീതെ നടന്ന് നിന്റെ അടുത്ത് വരാൻ എന്നോട് പറയുക. പത്രോസ് പറയുന്നു, വരൂ. വെള്ളത്തിനു മീതെ നടക്കുന്നത് വെറും സ്വാഭാവികമെന്ന മട്ടിലാണ് ഈശോ പറഞ്ഞത്. പത്രോസ് അർദ്ധനഗ്നനാണ്. ഒരു ചെറിയ ഉൾവസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അയാൾ വെള്ളത്തിൽ നിന്ന് തടാകത്തിലേക്ക് ചാടി ഈശോയുടെ അടുത്തേക്ക് നടക്കുന്നു. 50 വാര പിന്നിട്ടപ്പോൾ ഭയപ്പെടാൻ തുടങ്ങി. സ്നേഹത്തിന്റെ ശക്തിയാണ് ഇതുവരെ പത്രോസിനെ താങ്ങിയത്. ഇപ്പോൾ മനുഷ്യ പ്രകൃതി അവനെ കീഴ്പ്പെടുത്തുന്നു. ഭയമായി തെന്നുന്ന തറയിലൂടെ ഉഴറാനും തപ്പിത്തടയാനും മുങ്ങാനും തുടങ്ങി. ഈശോ പത്രോസിനെ നോക്കുന്നുണ്ട്. ഗൗരവത്തോടെ കാത്തു നിൽക്കുകയാണ്. കയ്യും കെട്ടിയാണ് നിൽപ്പ്. പത്രോസിന്റെ അരവരെ വെള്ളമെത്തിയപ്പോൾ മുഖത്ത് സംഭ്രമം ചിന്തകളെ മരവിപ്പിച്ചു. നീന്താൻ പോലും അവന് തോന്നുന്നില്ല. ആകെ ഭയന്ന് വിറയൽ. അവസാനം ഈശോയെ നോക്കിയ ഉടൻ വിവേചനം ഉണ്ടായി. ഗുരുവേ, എന്റെ കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഈശോ കാറ്റിൽ വഹിക്കപ്പെടുന്നത് പോലെ ചെന്ന് കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അവിശ്വസിയായ മനുഷ്യ, നീ എന്തുകൊണ്ട് സംശയിച്ചു? വെള്ളത്തിൽ എത്തുന്നത് വരെ പത്രോസിന്റെ കൈക്ക് പിടിച്ച് പുഞ്ചിരിയോടെ ഈശോ നടക്കുന്നു. വെള്ളത്തിൽ കയറിയ ഉടനെ ഈശോ കൽപ്പിക്കുന്നു, തീരത്തേക്ക് പോവുക. ഇവൻ ആകെ കുതിർന്നു പോയി. വളരെ സംയമനത്തോടെ നിൽക്കുന്ന അപ്പോസ്തലന്മാരെ നോക്കി ഈശോ പുഞ്ചിരി തൂകുന്നു. ഈശോ പറയുന്നു, എന്റെ മക്കൾ അപകടത്തിലായിരിക്കുന്നു എന്നു കാണുമ്പോൾ പലപ്പോഴും എന്നെ വിളിക്കാൻ പോലും ഞാൻ കാത്തു നിൽക്കാറില്ല. എന്നോട് കൃതജ്ഞത കാണിക്കാത്ത ഒരു മകനെ സഹായിക്കാൻ പലപ്പോഴും ഞാൻ വേഗം എത്താറുണ്ട്.
ഞാൻ നിങ്ങളെ നോക്കുകയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കാതെ വരുന്നതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. കാരണം ഞാൻ ഇടപെടാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നതിനാണ് താല്പര്യം. അതിനേക്കാൾ ഹീനമായിരിക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ ദുഷ്ടാരൂപിയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നതാണ്. എനിക്ക് നിന്നോട് സ്നേഹമില്ല, എനിക്ക് നിന്നെ വേണ്ട, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ഒരു മകൻ സ്വന്തം അപ്പനോട് പറയുന്നത് പോലെയാണ് അത്. ജീവിതത്തിന്റെ ഉത്കണ്ഠകൾ കൊണ്ടായിരിക്കാം നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരായി തീരുന്നത്. എപ്പോഴും നിങ്ങളെ തന്നെ വിളിക്കാൻ കാത്തു നിൽക്കാതെ നിത്യ കാവൽക്കാരനാണ് ഞാൻ ഒരു വാക്ക് പറയാൻ ഞാൻ കാത്തു നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എന്നെ വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. മനുഷ്യർ എന്നെ വിളിക്കുന്നത് കേൾക്കുക എത്ര ഇമ്പകരവും എത്ര മാധുര്യവും നിറഞ്ഞതുമാണ്. ഈശോ ഈശോ എന്ന് വിളിക്കുന്നത് അയാളെ സന്തോഷം കൊണ്ട് എന്നതുപോലെ എന്നെയും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതുമാണ്. അപ്പത്തിന്റെ അത്ഭുതത്തിനു ശേഷം ഞാൻ തനിച്ചു മാറിപ്പോയത് പിതാവിന് നന്ദി പറയുവാനാണ്. കർത്താവിന് നന്ദി എന്ന് പറയാൻ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. ആയിരങ്ങൾക്കാണ് ഭക്ഷണം നൽകപ്പെട്ടത്. മനുഷ്യർക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞാൽ നന്ദി പറയാൻ അവർ മറന്നു പോകുന്നു. അവർക്ക് വേണ്ടി ഞാനത് പറഞ്ഞു. അത്ര നേരം നടക്കുന്നതിനു ശേഷം പത്രോസ് എന്തുകൊണ്ട് മുങ്ങി? കാരണം അവന്റെ മാനുഷികാരൂപിയെ കവിഞ്ഞുപോയി. പത്രോസിന് അപകടത്തിലായ അവന്റെ ജീവനെ കുറിച്ച് ഉള്ള മാത്രമല്ല ഉണ്ടായിരുന്നത്. അവൻ ചിന്തിക്കുന്നതേയില്ല, എന്നെ നോക്കുന്നുമില്ല. നിങ്ങളും എല്ലാവരും അതുതന്നെയാണ് ചെയ്യുന്നത്. ആപത്ത് എത്ര സമീപത്താണോ അത്രയും നിങ്ങൾ തന്നെത്താൻ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നു. നിങ്ങളുടെ ഹൃദയം എനിക്കെതിരായി അടച്ചു കളയുന്നു. എന്നെ പ്രത്യാശയോടെ വിളിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓ, ഈ ഭൂമി ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഗുരുവേ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് ലോകം മുഴുവനുമുള്ള ഒരൊറ്റ കരച്ചിൽ മതി. സാത്താനും അവന്റെ കീഴുദ്യോഗസ്ഥരും ഉടനടി പരാജയപ്പെടും. എന്നാൽ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നതിനുള്ള മാർഗങ്ങൾ ഞാൻ സദാ ഗുണീഭവിപ്പിക്കുന്നതാണ്. എന്നാൽ അത് നിങ്ങളിലുള്ള പൂഴിയിലേക്ക് വീണ് താണുപോകുന്നു. ഒരു ചതുപ്പ് നിലത്തേക്ക് വീഴുന്ന കല്ല് ആ ചെളിയിൽ താഴ്ന്നു പോകുന്നത് പോലെ. എന്നാലും ഞാൻ എന്നെ തന്നെ അറിയിച്ചു തരുന്നു. നിങ്ങൾ എന്നെ ശ്രവിച്ചിരുന്നുവെങ്കിൽ. നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയുമാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്നും മറക്കരുതേ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഏവർക്കും ബൈ.